ഇന്ന് നമുക്കൊരു കൊഴുവപ്പീര ഉണ്ടാക്കാവേ. അതിനകത്ത് കൊഴുവ, മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി, ഉപ്പ്, കുടംപുളി, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, 2 അല്ലി വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളതെല്ലാം കൂടി കൂട്ടി തിരുമ്മി ആ മിക്സി കഴുകിയ വെള്ളം കുറച്ച് അതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് അടപ്പത്ത് വെക്കാൻ പോകണേ. അടപ്പത്ത് വെച്ച് ഞാൻ തീ കത്തിച്ചിട്ടില്ല എന്നുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ ഇന്നലെ രാത്രി അരി അടപ്പത്തിട്ട് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് ഒരു ഗ്ലാസ്. ഇന്നിപ്പോൾ രാവിലെ ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഞാൻ അരച്ചെടുത്ത്. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പച്ചരിക്കകത്ത് തേങ്ങ, ഈസ്റ്റ്, പഞ്ചസാര, ചോറ്, ഇത്ര സാധനങ്ങൾ അരച്ചത്. ചോറൊരു പിടി അരക്കോള്. പിന്നെ രാവിലെ ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി. ഉണ്ടാക്കാൻ സമയത്ത് ഒരു ഉപ്പും കുറച്ച് നെയ്യോ എണ്ണയോ വെളിച്ചെണ്ണ എന്താണെങ്കിലും ഒഴിക്കാം. ഞാൻ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നുണ്ട്. അധികം നേരം ഇങ്ങനെ ഇട്ട് ഇളക്കരുത്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ പരട്ടിട്ട് ഇതിനകത്ത് എണ്ണ പരട്ടിയതിന് ശേഷം നമുക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം. ചുറ്റിച്ചു കൊടുക്കാം. തീ കുറച്ച് കുറക്കട്ടെ. തീ കൂടിപ്പോയി. നമുക്കിത് മൂടി കൊടുക്കാം. അപ്പം വേവട്ടെ. അപ്പം വെന്തിട്ടുണ്ടേ അപ്പം എടുക്കാൻ പോകണം. മീൻപീര റെഡിയായി കേട്ടോ. ഇപ്പം അതിൻ്റെ പരിപാടി അവസാനിച്ചു. അപ്പം വെന്തു. അപ്പം നമ്മൾ എടുക്കാൻ പോകണേ. ഇത് കാസ്റ്റേൻ്റെ അപ്പച്ചട്ടിക്ക് ചൂട് കൂടിപ്പോയാൽ അന്നേരം അത് അടിക്കി പിടിക്കും. അപ്പം കണ്ടോ, നല്ല ഓട്ടയുള്ള അപ്പം. ഞാൻ അടുത്ത് പറഞ്ഞില്ല. ചുറ്റിച്ചു കൊടുക്കണേ. അവിടെ ഇരിക്കട്ടെ. അതിന് കൊമള വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു കൊടുക്കാം. നമുക്ക് തീ കത്തിച്ചിട്ട് മീൻ വറുക്കാനിടാം. കൊഴുവ തന്നെ വറുക്കാനുണ്ട്. അപ്പം അത് വറുക്കാനിടാം. അതന്നേരം ചീനച്ചട്ടി ചൂടാവട്ടെ. അപ്പോഴേക്കും ഈ അപ്പം വെന്തിട്ടുണ്ടാവും. ഈ അപ്പം എടുക്കാട്ടോ. അപ്പം വെന്തു. ഈ അപ്പം നമുക്ക് എടുക്കാം. കണ്ടോ, ഇനി അടുത്ത് സെക്ഷൻ ഒഴിക്കുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇപ്പുറത്തെ സീൻസ്റ്റിക്കകത്തേക്ക് കൊഴുവ വറുക്കാനിടണം. അപ്പോൾ കൊഴുവ ഞാനെല്ലാം ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ്. നമുക്ക് വറുക്കാനിട്ടിടട്ടെ. രണ്ടായിട്ട് വറുക്കാം, അല്ലെങ്കിൽ അത് മൊരിയില്ല. അപ്പോൾ അപ്പത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. കുറച്ച് മാവ് മിച്ചമുണ്ട്. അപ്പം ഞാൻ ചെയ്യണമെന്നാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിച്ചം വരുന്ന മാവ് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം അടപ്പത്ത് വെക്കും. എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു ഓട്ടപ്പാത്രം എടുത്ത് വെച്ച ശേഷം ഈ ഓട്ടപ്പാത്രം എടുത്ത് വെക്കും. ഈ ഓട്ടപ്പാത്രം എടുത്ത് വെച്ച ശേഷം
ബാക്കി വന്ന മാവ് കൊണ്ട് അപ്പം പുഴുങ്ങാൻ പോകണേ. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് ഇനി അതിനകത്തേക്ക് നമ്മളത് കോരി വയ്ക്കുക. കുറച്ച് പഞ്ചസാരയും കുറച്ച് തേങ്ങയും ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിനകത്ത് കുറച്ച് നെയ്യ് തടവിയിട്ട് അതിനകത്തേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കണം. ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. തൽക്കാലത്തേക്കുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ അടുക്കള വീട്ടിൽ തന്നെയാണ്. നമ്മളപ്പോൾ ചെയ്ത് പോകുമ്പോഴെങ്കിൽ ഒന്നും ബുദ്ധിമുട്ടില്ല. ഇതോടൊപ്പം തന്നെ പാത്രങ്ങളിലെല്ലാം കഴിഞ്ഞു. ഓരോന്ന് എടുക്കുന്നത് ഞാൻ അപ്പം തന്നെ കഴിഞ്ഞു. അടുക്കള നീറ്റായി. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് അടിക്കണം കേട്ടോ.